അങ്ങനെ ഈ ആഴ്ച കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. 3438 രൂപയും പ്ലസ് 155, അതായത് 3600 രൂപ അടുപ്പിച്ച് നമുക്ക് വയ്ക്കാം. സോ 3600 രൂപ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഈ ആഴ്ച തന്നെ സൊമാറ്റോ നല്ല രീതിയിൽ തേച്ച് കൈ തന്നിട്ടുണ്ട്. സോ തേച്ച് കൈ തന്ന് നമ്മൾ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ നമ്മൾ 26-ാം തീയതി വരെയാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ 27-ാം തീയതി ഒരു 87 രൂപ ഇറങ്ങിയിട്ടുണ്ട്, അത്ര തന്നെ. സോ 28, 29 തേച്ച് കൈ തന്ന്, അതോടൊപ്പം 30 എന്ന് തേച്ച് കൈ തന്നെന്ന് പറയുമ്പോൾ ഞാൻ ഓർഡർ എടുക്കാൻ വേണ്ടി ചെന്ന് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കൊരു ഓർഡർ കിട്ടുന്നത്. അത് ഉച്ചയ്ക്കുള്ള ഈ വെയിലിൽ ഞാൻ നിന്നങ്ങ് പുഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം 3 ഓർഡർ, 2 ഓർഡർ, 4 ഓർഡർ ഇതൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം 5, 8 ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ 9 മണി 10 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഭയങ്കര വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ അന്യായമാണ്. സത്യം പറഞ്ഞാൽ വെയിലിൻ്റെ ഇൻസെൻറ്റീവും കുറച്ച്, പിന്നെ എമൗണ്ടും കുറച്ച്. സോ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നു. സോ ഇന്ന് 30-ാം തീയതി. സോ ഇന്ന് എങ്ങനെ 615 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇതിലേക്ക് പോകാം. സോ ഇന്ന് ആകെ 8 ഓർഡർ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഇൻസെൻറ്റീവ് 150 കിട്ടി. ഉച്ചയ്ക്കുള്ള ഇൻസെൻറ്റീവ് എനിക്ക് അടിക്കാൻ ഞാൻ വിട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്കുള്ള ഇൻസെൻറ്റീവ് മതിയായിരുന്നു. ഉച്ചയ്ക്ക് 200 രൂപ ഉണ്ടായിരുന്നു ജസ്റ്റ് 4 ഓർഡറിന്. വൈകുന്നേരം 5 ഓർഡറിന് 150 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിവേ, കാരണം ഓർഡർ ഏണിങ്സ് 465 രൂപ കിട്ടിയപ്പോൾ 150 കൂടെ കിട്ടി. എനിക്കൊരു 615 രൂപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വീക്കിലി പേയ്മെൻറ്റ് 3500 രൂപയിലേക്ക് എത്തി. അല്ലായിരുന്നെങ്കിൽ 3000 രൂപയ്ക്ക് അകത്ത് നിന്നാനെ. ഇനി മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,592 രൂപ. ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. നാളത്തെ കോമഡി ഞാൻ പറഞ്ഞുതരാം. നാളെ ഇൻസെൻറ്റീവൊക്കെ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് എല്ലാ ആൾക്കാരും. സോ നമുക്ക് നാളത്തെ നോക്കാം. സോ നെക്സ്റ്റ് വീക്ക് മൺഡേ. സോ നാളെ 1000 രൂപ ഇട്ടിട്ടുണ്ട്. 10 ഓർഡറിന് 475. എനിക്കിത് പാർട്ട് ടൈം കാർഡ്, എല്ലാവർക്കും ഈ കാർഡ് ഇട്ടതാണോ അതോ എനിക്ക് വീണ്ടും പാർട്ട് ടൈം എടുത്ത് വന്നതാണോ എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഈ ആഴ്ച നേരമണ്ണ ഇറങ്ങാത്തതുകൊണ്ടായിരിക്കും, കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നേരമണ്ണ ഇറങ്ങാത്തതുകൊണ്ടായിരിക്കും ഒരു പാർട്ട് ടൈമിലേക്ക് ഇട്ട് തന്നത്. പക്ഷേ പാർട്ട് ടൈം കൊള്ളാം. ഇനി 2 ആഴ്ച അടുപ്പിച്ച് ഇറങ്ങാനുള്ള വകയായി. സോ ഡെയിലി ഇറങ്ങാം പാർട്ട് ടൈമിൽ. കാരണം 10 ഓർഡർ എടുത്താൽ മതി, 475 രൂപ കിട്ടും. 14 എടുത്തു കഴിഞ്ഞാൽ 550 കിട്ടും. 20 എടുത്താൽ 675, 25 എടുത്താൽ 1000. സോ ഒരുപാട് പേര് നാളെ ഇറങ്ങും ഈ 1000-ന് വേണ്ടി. സോ ഈ 1000 എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളൊരു 1500 രൂപ 2000 രൂപ എങ്ങനെയെങ്കിലും 25 ഓർഡർ എടുക്കുമ്പോൾ കിട്ടുമ്പോൾ നമുക്കൊരു 1000 കൂടെ എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ 2500 രൂപ 3000 രൂപ അടുപ്പിച്ച് കൈ കിട്ടും. പക്ഷേ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം 3000 രൂപയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് ദൈവത്തിന് മാത്രമേ അറിയാവൂ. സോ ഞാൻ എന്തായാലും എൻ്റെ നോട്ടം 10 എടുത്താൽ ഞാൻ സേഫായി. 10 എടുത്താൽ 475 ഇനി നാളെ ലഞ്ച് ഡിന്നർ ഇട്ടിട്ടുണ്ട്. ഡിന്നറിന് 325 വരെ ഉള്ളൂ ഏറ്റവും ടോപ്പ്. 8 ഓർഡറിന് 325. ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ 250 വരെ ഉള്ളൂ. ലഞ്ചിന് ഇന്ന് തേച്ച് കൈ തന്നിട്ടുണ്ട് നാളെ. എന്നാൽ ഡിന്നറിന് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് നാളെ വൈകുന്നേരം. 5 ഓർഡറിന് 250. ലഞ്ചിനാണെങ്കിൽ 7 ഓർഡറിനാണ് 250 വരുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്ക് 14 കിട്ടിയാൽ ഭയങ്കര ലാഭമാണ്. 14 ഓർഡറിൽ 550 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലാഭമായിട്ട് വരും. ഈ 10 ഓർഡറാണെങ്കിൽ ലാഭമാണ്. 20 ഇത്തിരി നമ്മൾ ചത്ത് നിൽക്കേണ്ടി വരും. നോക്കാം നമുക്ക് എങ്ങനെയാണ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. നാളെ ഒരുപാട് ആൾക്കാർ ഇറങ്ങും. പിന്നെ കുറേ ഹോട്ടൽസ് കാണത്തില്ല. മുസ്ലിംസ് വഴിയുള്ള ഒരു ഹോട്ടൽസും നാളെ കാണത്തില്ല. ഒന്നല്ല, ഒരുപാട് ഹോട്ടൽസ്. ഞാൻ 1-2 ഹോട്ടൽസ് ചോദിച്ചപ്പോൾ അവരൊന്നും കാണത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയില്ല എങ്ങനെയാണെങ്കിലും. സോ നമുക്ക് എന്തായാലും ഈ ആഴ്ച നമ്മൾ വളരെ മോശം, വളരെ പത്തറ്റിക് ആയിട്ട് ഓടിയിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ ഓടിയിട്ടില്ല. നമ്മുടെ മന്ത്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ വീക്കിലി 3438 രൂപയേ ഉള്ളൂ. കഴിഞ്ഞ വീക്ക് 4260. അതിന് മുമ്പേ 10000 രൂപ അടിച്ചു, അതിന് മുമ്പേ 5000 രൂപ അടിച്ചു, അതിന് മുമ്പേ 3000 അടിച്ചു. സോ ഈ ആഴ്ച ഒരു 6 ദിവസം 7 ദിവസം കയ്യിലുണ്ടായിട്ട് വളരെ ദുരന്തമായിട്ട് 3500 രൂപ ഓടിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അത് ഞാൻ ഓടാത്തതല്ല, ഞാൻ ഇറങ്ങി, എല്ലാ ദിവസവും ഇറങ്ങി. നിങ്ങൾ നോക്കുക, എല്ലാ ദിവസവും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ചൊവ്വയും വ്യാഴവും മാത്രമേ ഞാൻ ലീവ് നോക്കിയിട്ടുള്ളൂ. പക്ഷേ വെള്ളി ശനി സൊമാറ്റോ തേച്ചതാണ്. സാധാരണ വെള്ളി ശനിയൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് അത്യാവശ്യം പേയ്മെൻറ്റ് തരുന്നതാണ്. പക്ഷേ രാവിലെ എന്നെ നല്ല രീതിയിൽ മൂഡ് ഓഫ് ആക്കിയത്. ശനിയാഴ്ച ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയുന്നത് സത്യമാണ്. നമുക്ക് നോക്കാം. എന്തോ രാവിലെ 9 മണിക്ക് നമുക്ക് ട്രിപ്പിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഓക്കെ ഡൺ. 29 കണ്ടോ, 9:27 ഞാൻ ഇറങ്ങിയതാണ്. 9:27 ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ഓർഡർ എനിക്ക് കുറച്ച് ലേറ്റായി, ഒരു 10-15 മിനിറ്റ് ലേറ്റായി. പക്ഷേ അത് കൊടുത്തത് സിറ്റിയിലാണ്. ഞാൻ എന്നിട്ട് കുമാർ കഫേ പോയി ഇരുന്ന് 11:30-12 മണി വരെ കുമാർ കഫേയിൽ ഇരുന്ന് അങ്ങ് ഉറങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് വല്ലാതെ പോലെ ഫീലായി, ഉള്ള വെയിലും കൊണ്ട്. എന്നാൽ ഒരു ഓർഡർ പോലും കിട്ടിയതുമില്ല. ഞാൻ പിന്നെ പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അറൗണ്ട് ഒരു 1:20 വരെ ഇരുന്നപ്പോൾ 1:20 അടിക്കുന്നു റഹ്മത്തിന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് വീണ്ടും പോയി 1 മണിക്കൂർ. കാരണം 1:20 അടിച്ചാൽ ലോങ് അല്ല, 60 രൂപ ഓർഡറാണ്, പ്ലസ് 20 രൂപ ടിപ്പും കൂടെ ചേർത്തിട്ടാണ് അവർ 80 ആക്കി തന്നത്.
അപ്പോൾ അത്യാവശ്യം പോയിട്ട് ഞാൻ തിരിച്ച് വന്ന് വീണ്ടും 1 മണിക്കൂറിനായിരുന്നു 3 മണി വരെ. എന്നിട്ടും ഒരു ഓർഡറും കിട്ടിയില്ല. പിന്നെ എനിക്ക് അങ്ങ് ദേഷ്യം വന്ന് ഞാൻ വൈകുന്നേരം ജസ്റ്റ് പീക്ക് മാത്രമേ നിന്നുള്ളൂ. കാരണം 2 ഓർഡർ പീക്കിൽ 7:15 7 മണിക്ക് ഇറങ്ങിയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി. അപ്പോഴും ഒരു ലോങ് അടിച്ച് അങ്ങ് പൂവാറ് വിട്ടിരിക്കുന്നു. അവിടുന്ന് തൊട്ടടുത്തൊരു കുഞ്ഞ് തട്ടുകട കിട്ടി. അപ്പോൾ അവിടെ തൊട്ടടുത്തായിരുന്നു ഓർഡർ. അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ കയറി ഫുഡും കഴിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് മണി 8:30. പിന്നെ ചുമ്മാ കാലി അടിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ 9. പിന്നെ ഞാൻ മതിയാക്കി. കാരണം ഫുള്ള് തേപ്പായിരുന്നു ഈ ഒരു ദിവസം ശനിയാഴ്ച. ഞാൻ ഇത്രയും തേപ്പ് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു തേപ്പ് കിട്ടിയാലാണ് പണി കിട്ടിയത്. അപ്പോൾ എനിവേ നമുക്ക് നെക്സ്റ്റ് വീക്ക് അത്രയും തേപ്പൊന്നും വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ഈ മന്ത് 24,000 25,000 രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ 331 ഓർഡർ എടുത്തില്ല. അപ്പോൾ ഇനി ഓർഡർ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കാം. നാളെയും കൂടെ ആകുമ്പോൾ ഈ മന്ത് തീരും. സോ മന്ത്ലി അനാലിസിസ് നമുക്ക് ഈ മാസം ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.